എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം 88,635 ടു 1,69,025 റുപ്പീസാണ് നിങ്ങൾക്ക് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. അപ്പം നല്ല സാലറിയിൽ ജോലി നേടാനുള്ള സുവർണ അവസരമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. 8 ഡിസ്ട്രിക്റ്റുകളായിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വിഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ AAO ജനറലിസ്റ്റ് ജോബാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, നല്ല സാലറിയിൽ ജോലി നേടാനുള്ള സുവർണ അവസരമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, കേരളത്തിലും എക്സാം സെന്റർ ഉണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 350 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. റിസർവേഷൻ ടൈപ്പിൽ SC കാറ്റഗറിയിൽ 51 വേക്കൻസിയും ST കാറ്റഗറിയിൽ 22 വേക്കൻസിയും ബാക്ക്ലോഗിൽ 6 വേക്കൻസി വന്നിട്ടുണ്ട്. OBC കാറ്റഗറിയിൽ 88 വേക്കൻസിയും ബാക്ക്ലോഗിൽ 3 വേക്കൻസിയും EWS കാറ്റഗറിയിൽ 38 വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 142 വേക്കൻസിയും കൂടി ടോട്ടൽ 341 വേക്കൻസിയാണ് ഈ ഒരു 2025 ഇയറിൽ വന്നിട്ടുള്ളത്. കൂടാതെ ബാക്ക്ലോഗ് 9 വേക്കൻസിയും കൂടി 350 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. കൂടാതെ PWBD കാൻഡിഡേറ്റ്സിനും വേക്കൻസീസ് വന്നിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തായി നമുക്ക് എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 16/8/2025, അതായത് ഈ മാസം 16-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 8/9/2025 ആണ്. അതായത് ഫീ ഒക്കെ അടച്ച് ഓൺലൈനായിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ്. കൂടാതെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുള്ളത് എക്സാമിനേഷന് 7 ദിവസം മുന്നേ നിങ്ങൾക്ക് ഈ ഒരു കോൾ ലെറ്റർ, അതായത് ഓൺലൈൻ എക്സാമിനേഷന്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി വന്നിട്ടുള്ളത് 3/10/2025 കൂടാതെ ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് 8/11/2025. സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഡേറ്റും കാര്യങ്ങളൊക്കെ. സോ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 8/9/2025. അടുത്തായിട്ട് നമുക്ക് എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഏജ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ മിനിമം ഏജ് വന്നിട്ടുള്ളത് 21 വയസ്സാണ്. അതായത് 1/8/2025 ഉദ്യോഗാർത്ഥികൾക്ക് 21 വയസ്സ് കംപ്ലീറ്റഡ് ആയിരിക്കും. കൂടാതെ മാക്സിമം ഏജ് ഷാൽ നോട്ട് ബി മോർ ദാൻ 30 ഇയേഴ്സ് എന്നാണ് വന്നിട്ടുള്ളത്. സോ 30 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ മാക്സിമം ഏജ് ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അതായത് SC ST OBC എക്സ് സർവീസ്മെൻ കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും കാൻഡിഡേറ്റ്സും ഒക്കെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. സോ SC ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ്. OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷമാണ്. PWBD ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 10 വർഷവും SC ST PWBD കാൻഡിഡേറ്റ്സിന് 15 വർഷവും OBC PWBD കാൻഡിഡേറ്റ്സിന് 13 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ വന്നിട്ടുള്ളത്. കൂടാതെ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട്. കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, അതാത് കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഈ ഒരു നെസസറി സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു ഏജ് റിലാക്സേഷനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായി സാലറി സ്കെയിലാണ്. സോ ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് 88,635 ടു 1,69,025 റുപ്പീസാണ് നിങ്ങൾക്ക് സാലറി സ്കെയിലായിട്ട് ലഭിക്കുക. പ്രത്യേകം നോട്ട് ചെയ്യുക, ഹൈ സാലറിയിലുള്ള ജോബാണ് നിങ്ങൾക്ക് ലഭിക്കുക.
കൂടാതെ നിങ്ങൾക്ക് സാലറിക്ക് പുറമെ ഹൗസ് റെന്റ് അലവൻസ്, കൂടാതെ വെഹിക്കിൾ ലോൺസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ആക്സിഡന്റൽ ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ഈ ഒരു സാലറിക്ക് പുറമെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊബേഷൻ ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ഇവിടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ എന്നാണ് ജോയിൻ ചെയ്യുന്നത് അന്ന് തൊട്ട് 1 വർഷക്കാലത്തേക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു പ്രൊബേഷൻ പീരീഡ് 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്ത ഗ്യാരണ്ടി ബോണ്ടാണ്. സോ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം 4 ഇയേഴ്സിന്റെ ഒരു ഗ്യാരണ്ടി ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തൊട്ട് ഒരു 4 വർഷക്കാലത്തേക്ക് ഈ ഒരു ഗ്യാരണ്ടി ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. സോ ഇവിടെ SC ST PWBD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 85 രൂപ, കൂടാതെ ട്രാൻസാക്ഷൻ ചാർജസ് പ്ലസ് GST ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് 700 രൂപ പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ് പ്ലസ് GST ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. സോ എല്ലാ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. കൂടാതെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ സെലക്ട് ചെയ്യുന്നത് 3 മെത്തേഡ് വഴിയാണ്. അതായത് പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം, കൂടാതെ ഇന്റർവ്യൂ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് അവസാനം ഒരു സബ്സീക്വന്റ് പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ഫേസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം വരിക. സോ ഫേസ് 1 പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. സോ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് ഓൺലൈൻ മുഖേനയാണ്. സോ നെയിം ഓഫ് ദി ടെസ്റ്റ് വന്നിട്ടുള്ള റീസണിങ് എബിലിറ്റി 35 മാർക്കാണ് മാക്സിമം മാർക്ക്. സോ ഇവിടെ മിനിമം ക്വാളിഫയിങ് മാർക്സ് SC ST PW ആണെന്നുണ്ടെങ്കിൽ 16 മാർക്ക് മതി. അതേഴ്സിനാണെന്നുണ്ടെങ്കിൽ 18 മാർക്ക് വേണം. ഡ്യൂറേഷൻ 20 മിനിറ്റ് ആണ് വന്നിട്ടുള്ളത്. മീഡിയം ഓഫ് എക്സാമിനേഷൻ എല്ലാ എക്സാമും നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയിലും എഴുതാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാമിനേഷനൊക്കെ ഈ ഒരു മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. മാക്സിമം മാർക്ക് 35 തന്നെയാണ്. SC ST PW ആണെങ്കിൽ 16 മാർക്ക് മതി. അതേഴ്സിന് 18 മാർക്ക് വേണം. 20 മിനിറ്റ് തന്നെയാണ് ഡ്യൂറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നല്ല ഈ ഒരു ഫേസ് 1 പ്രിലിമിനറി എക്സാമിനേഷൻ. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിത്ത് സ്പെഷ്യൽ എംഫസിസ് ഓൺ ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് കോംപ്രഹെൻഷനിൽ ഈ പറയുന്ന മാക്സിമം മാർക്ക് 30 ആണ് വന്നിട്ടുള്ളത്. SC ST PW ആണെന്നുണ്ടെങ്കിൽ 9 മാർക്ക് മതി ക്വാളിഫൈ ആവാൻ. അതേഴ്സിന് 10 മാർക്ക് വേണം. ഡ്യൂറേഷൻ 20 മിനിറ്റ് ആണ്. സോ ടോട്ടൽ 1 അവറിന്റെ എക്സാം ആണ് മാക്സ്. അടുത്തത് നമ്മൾ ഫേസ് 2 മെയിൻ എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ മെയിൻ എക്സാമിനേഷന് നിങ്ങൾക്ക് 300 മാർക്സിന്റെ എക്സാം ആണ് വരിക. ഓൺലൈൻ ത്രൂ തന്നെയാണ് ഈ ഒരു എക്സാം വരിക. സോ ഇവിടെയും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. സോ ഇവിടെ നെയിം ഓഫ് ദി ടെസ്റ്റ് വന്നിട്ടുള്ളത് റീസണിങ് എബിലിറ്റി ആണ്. മാക്സിമം മാർക്ക് 90 ആണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷും ഹിന്ദിയിലും വന്നിട്ടുണ്ട്. മിനിമം ക്വാളിഫയിങ് മാർക്ക് SC ST PWD ആണെന്നുണ്ടെങ്കിൽ 40 മാർക്കും അതേഴ്സിന് 45 മാർക്ക് മതി. ഡ്യൂറേഷൻ 40 മിനിറ്റിന്റെ എക്സാം ആണ്. അടുത്തായി ജനറൽ നോളേജ് കറണ്ട് അഫയേഴ്സ് ആണ്. മാക്സിമം മാർക്ക് 60 ആണ്. മീഡിയം ഓഫ് എക്സാം വന്നിട്ടുള്ളത് ഇംഗ്ലീഷോ ഹിന്ദിയാണോ വന്നിട്ടുള്ളത്. മിനിമം ക്വാളിഫയിങ് മാർക്ക് SC ST PWBD ആണെന്നുണ്ടെങ്കിൽ 27ഉം അതേഴ്സിന് 30ഉം ആണ് വന്നിട്ടുള്ളത്. ഡ്യൂറേഷൻ 20 മിനിറ്റ് ആണ്. അടുത്തത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ആണ്. മാക്സിമം മാർക്ക് 90 ആണ് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എക്സാം എഴുതാൻ നിങ്ങൾക്ക് മിനിമം ക്വാളിഫയിങ് മാർക്സ് SC ST PWBD ആണെന്നുണ്ടെങ്കിൽ 40ഉം അതേഴ്സിന് 45ഉം വേണം. ഡ്യൂറേഷൻ 40 മിനിറ്റിന്റെ എക്സാം ആണ്. അടുത്തത് ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ് ആണ്. 60 മാർക്കാണ് മാക്സിമം മാർക്ക്. പറയുന്ന SC ST PWBD കാൻഡിഡേറ്റ്സിന് 27 മാർക്ക് മതി. അതേഴ്സിന് 30 മാർക്ക് വേണം. 20 മിനിറ്റിന്റെ എക്സാം ആണ് ഈ ഒരു ഡ്യൂറേഷൻ ആയിട്ട് വേണം. സോ ടോട്ടൽ 2 മണിക്കൂറിന്റെ എക്സാം ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ആണ്. മാക്സിമം മാർക്ക് 300 ആണ്. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്നുള്ള ഒരു പേപ്പറും കൂടി വന്നിട്ടുണ്ട്. മാക്സിമം മാർക്ക് 25 ആണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷിലാണ് വന്നിട്ടുള്ളത്. SC ST PWBD കാൻഡിഡേറ്റ്സിന് 9 മാർക്ക് മതി ക്വാളിഫൈ ചെയ്യാനായിട്ട്. അതേഴ്സിന് 10 മാർക്ക് വേണം. അതൊരു അരമണിക്കൂറിന്റെ അല്ലെങ്കിൽ 30 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും. സോ ഇത്രയാണ് ഈ ഒരു ഫേസ് 1 ഫേസ് 2 മെയിൻ എക്സാമിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അതായത് ഈ ഒരു പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷന്റെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് വാലിഡ് കോൾ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങളുടെ ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് ഒറിജിനൽ ഈ പറയുന്ന എക്സാം ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഫോട്ടോ കോപ്പി ഓഫ് ഈ പറയുന്ന ഐഡന്റിറ്റി പ്രൂഫ്, അതായത് ഐഡന്റിറ്റി പ്രൂഫിന്റെ ഒരു ഫോട്ടോ കോപ്പി ഓഫ് ഫോട്ടോസും നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് 3 ഇന്റർവ്യൂ ആണ്. സോ ഈ ഒരു മെയിൻ എക്സാമിനേഷനൊക്കെ പാസ്സായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക.
സോ ഇവിടെ മാക്സിമം മാർക്ക് വന്നിട്ടുള്ളത് 60 മാർക്കാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ വരിക. EWS അൺറിസർവ്ഡ് OBC കാൻഡിഡേറ്റ്സിന് 30 മാർക്കാണ് ക്വാളിഫൈ മാർക്കായിട്ട് വന്നിട്ടുള്ളത്. SC/ST PWBD കാൻഡിഡേറ്റ്സിന് 27 മാർക്ക് മതി ക്വാളിഫൈ ചെയ്യാനായിട്ട്. അടുത്തത് നമ്മുടെ അവസാനത്തെ പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്, അതായത് ഈ ഒരു മെയിൻ എക്സാമിനേഷനും ഇന്റർവ്യൂ പാസ്സായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. കൂടാതെ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, SC/ST OBC PWBD കാൻഡിഡേറ്റ്സിനൊക്കെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഇതൊരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ കമ്പനി നിങ്ങൾക്ക് ഒരു പ്രീ എക്സാം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ സെക്ഷൻ ആണ്. സോ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, കാൻഡിഡേറ്റ്സിന് ഓൺലൈനായിട്ട് വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. 8/9/2025 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നിങ്ങളുടെ തമ്പ്, കൂടാതെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പറൊക്കെ വഴിയായിരിക്കും ഈ ഒരു ജോബിന്റെ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് ബിഫോർ രജിസ്ട്രേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് 4.5 സെന്റിമീറ്റർ വിഡ്ത്തും 3.5 സെന്റിമീറ്റർ ഹൈറ്റിലും ആയിരിക്കണം. സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്കിലായിരിക്കും സൈൻ ചെയ്യേണ്ടത്. കൂടാതെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വൈറ്റ് പേപ്പറിൽ വിത്ത് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്കാണ് യൂസ് ചെയ്യേണ്ടത്. കൂടാതെ ഒരു ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്കിൽ എഴുതി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിൽ അലൗഡ് അല്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇവിടെ ഡിക്ലറേഷൻ ആയിട്ട് കൊടുക്കേണ്ടത് name of the candidate hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. So ഈ ഒരു ഡിക്ലറേഷനാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തായി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് LICയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. സോ ഇവിടെ www.licindia.in എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. അടുത്തായി ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ സെന്റർ ആണ്. സോ പ്രിലിമിനറി എക്സാം സെന്റർ ആയിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളത് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ ഡിസ്ട്രിക്റ്റിലാണ് പ്രിലിമിനറി എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, 8 ഡിസ്ട്രിക്റ്റുകളായിട്ട് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ എക്സാമിനേഷൻ സെന്റർ ആണ്. സോ ഇവിടെ കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂരാണ് മെയിൻ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ മെയിൻ എക്സാമിനേഷൻ 3 ഡിസ്ട്രിക്റ്റിലായിട്ടാണ് വന്നിട്ടുള്ളത്. സോ കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും കേരളത്തിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് പേയ്മെന്റ് ഓഫ് ഫീ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, കൂടാതെ മാസ്റ്റർ കാർഡ്, മൊബൈൽ വാലറ്റ്സ്, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ് എന്നിവയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ അടക്കാവുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോബ് പോസ്റ്റാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം നല്ല സാലറിയിൽ ജോലി നേടാനുള്ള സുവർണാവസരമാണ് വന്നിട്ടുള്ളത്. കൂടാതെ കേരളത്തിൽ തന്നെ ഒട്ടനവധി എക്സാം സെന്ററും ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോബ് പോസ്റ്റാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. സോ ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതിനെ നിങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഹൗ ടു അപ്ലൈ എന്നുള്ള സെക്ഷനാണ്.
സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ www.licindia.in എന്നുള്ള ഈ ഒരു ലിങ്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് താഴത്തോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കരിയേഴ്സ് എന്നുള്ള ഈ ഒരു മെനു കാണാവുന്നതാണ്. സോ ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ആണ് ലഭിക്കുക. സോ ഇവിടെ നിങ്ങൾ സെലക്ട് റീജിയൻ എന്നുള്ളതിൽ ഓൾ സെലക്ട് ചെയ്യുക. സെലക്ട് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന ഓൾ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ റിക്രൂട്ട്മെന്റ് ഓഫ് AAO ജനറലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ള ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ലഭിക്കുക. സോ ഈ ഒരു ലിങ്കിൽ വിദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്യുക. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ആണ് ലഭിക്കുക. സോ ഇവിടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ജനറലിസ്റ്റ് എന്നുള്ളത് കാണാവുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ SC ST OBC സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ആണ് ലഭിക്കുക. സോ ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ IBPS ഓൺലൈൻ്റെ അകത്ത് നിങ്ങൾ ഈ ഒരു ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 8/9/2025. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ VFin Jobs യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണുന്നവരെ ഹാവ് എ നൈസ് ഡേ.